ഷീജ, ഗുഡ് മോർണിംഗ്. പുനഃസംഘടന എവിടെ എത്തി നിൽക്കുന്നുവെന്ന് കോൺഗ്രസിന് ഒരു ധാരണയുമില്ല. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എംപിമാരെല്ലാം നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നൊരു നീക്കവുമായി രംഗത്തുള്ളത്. പ്രധാനപ്പെട്ട എംപിമാരെല്ലാം അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ്. പുതിയ തലവേദനകൾക്ക്, പുതിയ പ്രതിസന്ധികൾക്ക് കോൺഗ്രസിൽ വഴി തുറക്കുകയാണോ? ഗുഡ് മോർണിംഗ് മനു. അതായത് കോൺഗ്രസിൽ ഒരു കാലത്തും പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊരു നേരമുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമാകുന്നൊരു കാര്യവും. അതിൽ ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പുനഃസംഘടന എവിടെ എത്തി എന്ന് ചോദിച്ചാൽ പുനഃസംഘടന എവിടെയും എത്തിയെന്ന് പറയാൻ ആർക്കും കഴിയാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് അടുത്തൊരു തലവേദനയായി എംപിമാർ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. എംപിമാർക്ക് തട്ടകം, അവർ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് തട്ടകം എങ്ങനെ മാറ്റാം എന്നുള്ളതിൽ ഒരു വലിയ തിരക്കിട്ട ആലോചനയിൽ തന്നെയാണ് ഒരു വിഭാഗം എംപിമാർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനുള്ള നീക്കങ്ങളും അവർ AICC തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുള്ള അവസരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് AICCയുടെ മുതിർന്ന നേതാക്കളെ പലരും കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ഇതിൽ വലിയൊരു തോതിലുള്ള അമർഷം തന്നെയാണ് പ്രതിപക്ഷ നേതാവിനും അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കൾക്കും അടക്കം ഇവിടെ സംസ്ഥാനത്തും കോൺഗ്രസിനുള്ളിൽ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയൊരു പ്രതികരണം തന്നെയാണ്. അതിൽ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള വിയോജിപ്പും അതൃപ്തിയും ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. KPCC അധ്യക്ഷൻ പറയും അദ്ദേഹമായിരിക്കും അതിൽ തീരുമാനമെടുക്കുക, തന്നോട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലുള്ളൊരു പ്രതികരണം. അത് വലിയ തോതിലുള്ള അമർഷം, ഈ വിഷയത്തിൽ അതൃപ്തി, ഇത് ഒരു ചർച്ചയാകുന്നതിൽ തന്നെ വലിയ തോതിലുള്ള അതൃപ്തി പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ അടൂർ പ്രകാശിൽ തുടങ്ങി ഷാഫി പറമ്പ് വരെ നീളുന്ന ആ ഒരു വിഭാഗം എംപിമാർ, അവർ ഒരു ഭാഗത്ത് തിരക്കിട്ട നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. അവരുടെ തട്ടകം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ ഇതിന് വഴങ്ങാതെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ ഇതിൽ കടുത്ത വിയോജിപ്പുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച േണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിനുമുള്ളത്. പ്രത്യേകിച്ചും K മുരളീധരൻ അടക്കമുള്ള നേതാക്കളാണ് ഇതിനെതിരെ പരസ്യമായി ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകുകയും കൂടുതൽ പേരുടെ പ്രതിഷേധങ്ങൾ അത് അവരുടെ പ്രതികരണങ്ങളായി തന്നെ പുറത്തു വരാനുള്ളൊരു സാധ്യതയും ഒക്കെ നിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ വരാനിരിക്കുന്നത്. അതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം എല്ലാ നേതാക്കളുടെയും ലക്ഷ്യം. അതിൽ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു വിഭാഗം യുവ നേതാക്കൾ രംഗത്തോട്ട്, യുവ നേതാക്കളാകട്ടെ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഇവിടെ സംസ്ഥാന തലത്തിലടക്കം ആരംഭിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എംപിമാർ കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളത്. അത് യുവ നേതാക്കളിലേക്കടക്കം വലിയ തോതിലുള്ള അതൃപ്തിക്ക് കാരണമാകും എന്നുള്ളതിലും അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള തർക്കങ്ങൾക്കിടയാക്കും കോൺഗ്രസിനുള്ളിൽ എന്നുള്ളതും ഒരു തരത്തിലുള്ള സംശയവുമില്ല. ഏതായാലും പുനഃസംഘടനയിൽ ഒന്നും തീരുമാനം ആയില്ലെങ്കിൽ പോലും ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് ചിലർ ആലോചിക്കുന്നത്. ഇതിൽ ഏതായിരിക്കും നടക്കുക എന്നുള്ളത് നമുക്ക് വഴിയെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. മനു, ഷീജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പുനഃസംഘടന പ്രഖ്യാപിച്ചാൽ അവിടെ അടി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ അതിനു മുൻപ് തന്നെ തർക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പാർലമെന്റിൽ പോയിട്ട് അവരെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവിടെ അധികാരമൊന്നുമില്ല. അധികാരമുള്ള ഇടത്തേക്ക് വരാനാണ് താല്പര്യം. അധികാരം മാത്രമാണ് താല്പര്യം. അതാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മനു, അതിലൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം അധികാരമോഹം തന്നെയാണ് ഇതിനു പിന്നിൽ. കാരണം അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തിരിച്ചു പിടിക്കാം എന്നുള്ള വലിയ ഒരു പ്രതീക്ഷയാണ് UDFിനുള്ളത്, UDF ക്യാമ്പിനുള്ളത്. പക്ഷേ അത് ഏത് രീതിയിൽ ഫലവത്താകും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണെങ്കിൽ പോലും അവർ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും. അപ്പോൾ തങ്ങൾക്ക് ഭരണം ലഭിക്കുകയാണെങ്കിൽ ഒരു പലരുടെയും സ്വപ്നം ഒരു മന്ത്രിപദം ഒക്കെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള അധികാര മോഹങ്ങൾ തന്നെയാണ് ഈ രീതിയിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക്
ലക്ഷ്യത്തിലേക്ക് ഇവർ എത്തണം എന്ന് ഈ അവരുടെ ചുവടുമാറ്റം ഈ ഒരു ഘട്ടത്തിൽ വേണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നതിനൊരു കാരണം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ദില്ലിയിൽ പോയി അവിടെ പാർലമെന്റിൽ ചെന്നിട്ടും ഈ പറയുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇതിൽ എത്ര UDF MP-മാരാണ് അവിടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ആണ് ദില്ലിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുവടുമാറ്റം ഒരു നിർണായകമാക്കി മാറ്റി അത് കേരളത്തിലേക്ക് അവരുടെ തട്ടകം മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇവരെല്ലാം ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ആത്യന്തികമായ കാര്യം അധികാര മോഹം തന്നെയാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര നേരത്തെ തന്നെ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ അതിനു മുൻപ് തങ്ങളുടെ ഭാഗം സേഫ് ആക്കുക, അതിന് AICCയുടെ അംഗീകാരം കൂടി ലഭിക്കുക എന്നുള്ളത് ആ രീതിയിൽ തന്നെയാണ് MP-മാർ അവരുടെ കരുനീക്കങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു, ഒരു കാര്യം കൂടി ഷീജ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പരസ്യമായ എതിർപ്പ് പറഞ്ഞത് K. മുരളീധരനാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പക്ഷേ മുരളീധരൻ ഇപ്പോൾ പ്രത്യേകിച്ച് സ്ഥാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തും പറയാം, അതുകൊണ്ട് അത് കാര്യമാക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിലെ അണിയറ സംസാരം. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുഭാഗത്ത് കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരെ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഇവരുടെ നീക്കം തുടക്കത്തിൽ തന്നെ നുള്ളുക എന്നതാണ് സതീശന്റെ ലക്ഷ്യമല്ലേ? തീർച്ചയായും പ്രതിപക്ഷ നേതാവ് ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാവിന് ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. കാരണം ഒരു വിഭാഗം നേതാക്കളെ ഇവിടെ നിന്നും ജയിപ്പിച്ച് MP-മാരാക്കി അങ്ങോട്ടേക്ക് വിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ അവർക്ക് എല്ലാവർക്കും സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തണം എന്നുള്ളൊരു നിലപാട്, അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് തന്നെയാണ് നിലവിൽ പ്രതിപക്ഷ നേതാവിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിലും ഈ നീക്കങ്ങൾ അതിന് തടസ്സം അത് നടപ്പാകാത്ത രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ള തരത്തിലുള്ള നീക്കങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷനും ഈ വിഷയത്തിൽ അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ പാർട്ടിക്കുള്ളിൽ കൂടി വിഷയം ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതും ഒരു ഭാഗത്ത് ആലോചനയിലുണ്ട്. പക്ഷേ ഏത് രീതിയിൽ ഇത് ചർച്ചയാകും എന്നുള്ളതാണ്. കാരണം ഇതിനകം തന്നെ ഈ ഒരു നീക്കം തന്നെ വലിയ തോതിൽ അമർഷങ്ങൾക്കും അതോടൊപ്പം തന്നെ വലിയ തോതിൽ അതൃപ്തിക്കും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ചർച്ചയ്ക്ക് പാർട്ടിക്കുള്ളിൽ ചർച്ചയാവുകയാണെങ്കിൽ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് തന്നെയാകും കാര്യങ്ങൾ എത്തുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. മനു.